നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട്. അപ്പൊ നമ്മള് എന്താ അത്രയും ഡിലേ ആയെന്ന് വെച്ചാല് അടുത്ത കുറച്ച് ദിവസമായിട്ടൊക്കെ HSST പരീക്ഷകൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടട്ടെ. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. എന്താ പ്രത്യേകത വെച്ചാൽ 2025 നടന്ന റീസെന്റ് എക്സാംസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മൾ ഇത്രയും ദിവസം ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 2022 ചെയ്തിട്ട് നമ്മൾ ആദ്യം 2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2025 റീസെന്റ് ആയിട്ട് HSC എക്സാമുകൾ നടന്നിട്ടില്ല. പക്ഷെ HSST ഫിസിക്സ്, HSSC മാത്സിന്റെ ഒക്കെ NCA നോട്ടിഫിക്കേഷന്റെയും അതുപോലത്തെ ജൂനിയർ പോസ്റ്റ്, സീനിയർ പോസ്റ്റിന്റെ ഓൺലൈൻ എക്സാമുകൾ, ഓഫ്ലൈൻ എക്സാംസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്നത് ഉണ്ടെങ്കിൽ നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാലോ. പിന്നെ എല്ലാവർക്കും അറിയാം HSAയും നമ്മുടെ സെറ്റും ഒക്കെ ഓഗസ്റ്റിൽ വന്നപ്പോൾ ഞാനും അതിന്റെ കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾ ആയിപ്പോയി. അതൊക്കെ കൊണ്ടാണ് നമ്മുടെ വീഡിയോ ലേറ്റ് ആയത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് HSST ഫിസിക്സിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മെത്തഡോളജി ക്വസ്റ്റ്യനും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും ആണ് കൂടുതൽ കയറി വന്നിരിക്കുന്നത്. നമുക്ക് HSA ആയിട്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ HSSTയിൽ ചോദിക്കുന്ന അത്രയും കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് കയറി വരുമോ എന്ന് വെച്ചാൽ അത്രത്തോളം കയറി വരില്ലായിരിക്കും. എങ്കിലും നമുക്ക് ചിലപ്പോൾ ഒരു മാക്സിമം 5 കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ HSAയിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റിനൈസൻസ് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഇത്തവണ HSST ഫിസിക്സിന്റെ റിനൈസൻസ് അത്രയ്ക്ക് അങ്ങോട്ട് കണ്ടിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ മെത്തഡോളജി ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ലിറ്റററി ഫിഗേഴ്സും ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ടൈപ്പ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ഫോർ സെറ്റിംഗ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഗോൾസ്. പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഗോൾസിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യുന്ന അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇവാലുവേഷൻ ടെക്നിക്സ് ഏതൊക്കെയാണ്? ടെക്നിക്സ് അല്ല, ഇവാലുവേഷൻ ഏതൊക്കെയാണ്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണോ, സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണോ, ഡയഗ്നോസ്റ്റിക് ആണോ, ഇപ്സേറ്റീവ് ആണോ? അപ്പൊ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള 3 ആളുകളാണ് അല്ലെ ഇവര് മൂന്നാളും. ശരിയല്ലേ? ഇവര് മൂന്നാളും എന്താന്ന് നമ്മൾ കുറെ വട്ടമായി ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ഇതിൽ നമുക്ക് അറിയാത്ത ഒരാൾ ആരാണ്? അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയുന്ന പോലെ നമുക്ക് ഈ 3 ആളെ വെച്ച് നോക്കുമ്പോൾ 3 ആളുകളാണ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ. ലാസ്റ്റത്തെ ആളെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പരിചയമില്ല. അപ്പം ഇനി ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഒരു എന്താ പറയാ ഒരു സൂചി മുനയുടെ രീതിയിലെങ്കിലും ഒരു ക്ലൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്നുണ്ടാവും എന്നുള്ളത്. നോക്കിക്കേ, വിച്ച് ടൈപ്പ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ഫോർ സെറ്റിംഗ് പേഴ്സണലൈസ്ഡ്. പേഴ്സണലൈസ്ഡ് എന്നാണ്. പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഗോൾസുമായിട്ട് നമുക്ക് ഈ 3 ആളെയും കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എങ്ങോട്ടേക്ക് വരാം? ഡയറക്ട്ലി ഓപ്ഷൻ ഡിയിലേക്ക് വരാം. So the option B is the correct answer. അതിലൊരു ലോജിക് എന്താന്ന് വെച്ചാൽ ക്വസ്റ്റ്യനും വലിയ പരിചയമില്ല, ഓപ്ഷനിലും വലിയ പരിചയമില്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അല്ലാത്ത കേസിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. ഇപ്പൊ ഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സഡൻ ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് ഒരു ക്വിക്ക് റിവിഷൻ അല്ലെങ്കിൽ ക്വിക്ക് ഇവാലുവേഷൻ ഒക്കെയാണ് അത്. സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടേ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രശ്നം മനസ്സിലാക്കാനാണ് അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒക്കെ നടത്തുന്നത്. അപ്പൊ ഇതിൽ 3 ആളിലും വരാത്ത ആള് ഓപ്ഷൻ ഡി ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ആയിട്ട് എടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പെയർ ഓഫ് എസ് വുഡ് ബി എഫക്റ്റീവ് ഇൻ എ മിക്സഡ് എബിലിറ്റി ക്ലാസ് റൂം. എന്താ മിക്സഡ് എബിലിറ്റി എന്ന് പറയുന്നത്? മിക്സഡ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഓരോ കഴിവുകളായിരിക്കും. അതാണ് മിക്സഡ് എബിലിറ്റി ക്ലാസ് റൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലർക്ക് എന്തായിരിക്കും ഓഡിബിൾ ആവാം, അല്ലെങ്കിൽ അതായത് ചിലർക്ക് കാണുന്നതായിരിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ചിലർക്ക് കേൾക്കുന്നതായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ പൊതുവെ ചിലർക്ക് എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ കേൾക്കുന്നത് മാത്രം. ഇപ്പൊ നമ്മള് ഒരു പുതിയ ഫിലിം സോങ് ഇറങ്ങി, ഓക്കെ, ഒരു പുതിയ പാട്ട്, സിനിമയുടെ പാട്ട് ഇറങ്ങിയിരിക്കണം. ആ സിനിമയുടെ പാട്ട് സീനൊന്നും കാണാതെ നമ്മൾ കേൾക്കുക മാത്രം ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ ആ സിനിമയുടെ പാട്ട്. പക്ഷെ ആ കേൾക്കുമ്പോ നമുക്ക് ചിലപ്പോ ഇതെന്താ പാട്ട്, ഇത് ഏതാ പാട്ട് എന്നൊക്കെ ചിന്തിക്കും. അതേസമയം വൺസ് നമ്മൾ അതിന്റെ ആ പിക്ചറും എല്ലാം കൂടി, വീഡിയോയും ഓഡിയോയും കൂടി കണ്ടതിന് ശേഷമാണ് നമ്മൾ പിന്നീട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നും അല്ലെ? അത് പൊതുവേ നടക്കുന്നൊരു സംഭവം, എല്ലാവർക്കും വേണമെന്നല്ല, എങ്കിലും അത് നടക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏത് തരം, അതാണ് മിക്സഡ് എബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ക്ലാസ് റൂമിന് ഏറ്റവും നല്ല എയ്ഡ്, പെയർ ഓഫ് ടീച്ചിങ് എയ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ഓഡിയോ ബുക്സ് ആൻഡ് റേഡിയോ ആണോ, എഡ്യൂക്കേഷണൽ വീഡിയോസ് ആൻഡ് മോഡൽസ് ആണോ, അനിമേറ്റഡ് വീഡിയോസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് വീഡിയോസ് ആണോ, യൂട്യൂബ് ആൻഡ് എഡ്പിസൽ ആണോ? ഏതാണ്? എഡ്യൂക്കേഷണൽ വീഡിയോസ് ആൻഡ് മോഡൽസ് തന്നെയായിരിക്കും. കാരണം ടീച്ചിങ് എയ്ഡ്സ് എന്തിനുള്ളതാണ്? എഡ്യൂക്കേഷൻ പർപ്പസിനാണ്. അപ്പൊ അതില് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് വീഡിയോസും മോഡൽസും തന്നെയായിരിക്കും. നെക്സ്റ്റ് വൺ,
ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് റിഫ്ലക്റ്റീവ് ടീച്ചിങ് ഈസ് ടു. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ നമ്മുടെ ഈ ഒരു ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ അഡ്മിഷൻ എടുത്ത കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ വരിക എന്നുള്ളത്. HSAയുടെ ക്വസ്റ്റ്യൻസ് മിക്കവാറും കേട്ടിട്ട് കയറി വരാം, അതുപോലെ സെറ്റിൽ നിന്ന് കയറി വരാം, HSSTയിൽ നിന്നും കയറി വരാം. ഇതെല്ലാം പരസ്പരം കണക്ട് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു വേണമെങ്കിൽ നമുക്കൊരു സൈക്കിൾ പോലെ കൺസിഡർ ചെയ്യാം. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് റിഫ്ലക്റ്റീവ് ടീച്ചിങ്. റിഫ്ലക്റ്റീവ് ടീച്ചിങ് ക്വസ്റ്റ്യൻ ഒക്കെ ലാസ്റ്റ് സെറ്റ് പരീക്ഷയ്ക്കും കൂടി ചോദിച്ചതായിരുന്നു. അപ്പൊ അത് ഒരു തവണത്തെ റിഫ്ലക്റ്റീവ് ടീച്ചിങ്ങിന്റെ ഇത് എന്താണ്, നമ്മുടെ കേട്ടറ്റിന് എനിക്കൊന്ന് ലാസ്റ്റിന് തൊട്ട് മുന്നത്തെ തോന്നുന്നു, അത് ചാലഞ്ച് ചെയ്യാൻ കൊടുത്ത ക്വസ്റ്റ്യൻ, എന്നിട്ട് പോലും കറക്റ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യപ്പെടാതെ വന്ന ആൻസർ കീഴിലെ ആൻസർ ആയിരുന്നു റോങ് ആൻസർ എന്ന് തന്നെയായിരുന്നു കറക്ഷൻ കഴിഞ്ഞു വന്നപ്പോഴും അവര് പബ്ലിക് ആക്കിയിരുന്നത്. എന്തായിരുന്നു റിഫ്ലക്റ്റീവ് ടീച്ചിങ്? റിഫ്ലക്റ്റീവ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫ് അസസ്മെന്റിനൊക്കെ അല്ലെങ്കിൽ ആസ് എ ടീച്ചർ നമ്മൾ നമ്മുടെ ആ ഒരു ടീച്ചിങ് പ്രോസസ്സ് ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതേതാ വരിക? എൻകറേജ് സെൽഫ് അസസ്മെന്റ് ആൻഡ് പെഡഗോജിക്കൽ ഇംപ്രൂവ്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ വേറെ ഒന്നും നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട ആവശ്യമില്ല, ഇത് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി വിച്ച് learner characteristic is most crucial in applying Vygotsky's concept of the zone of proximal development? എല്ലാവർക്കും അറിയാം എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. നമ്മുടെ വൈഗോട്സ്കിയുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ നമുക്ക് ഒരു ആക്ച്വൽ ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ടാവും, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ടാവുമല്ല, അവിടെയാണ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ്. ഈ ഇടയിലുള്ള സ്പേസ് ആണ് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അതായത് ഒരാൾക്ക് അയാളുടെ കഴിവ് അനുസരിച്ച് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജ് ഉണ്ട്, ആണ് ആക്ച്വൽ ഡെവലപ്മെന്റ് എന്നുള്ളത്. നമ്മുടെ കേസ് തന്നെ എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോ എന്നേക്കാൾ, ചിലപ്പോ ഒന്നുമല്ല കേട്ടോ, മിക്കവാറും നല്ല അറിവുള്ള, അതായത് ഒരു HSA എക്സാം എഴുതുമ്പോൾ എന്നേക്കാളും അറിവുള്ളവരാണ് നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഉണ്ടാവുക. പക്ഷേ എന്നിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നു, ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം കാണിക്കുന്നു. അതിന്റെ കാര്യം എന്താണ്? കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ നിൽക്കുന്നത് ഈ ഒരു ആക്ച്വൽ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. ഓക്കെ, നിങ്ങൾക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മളെ പണ്ട് പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ഒക്കെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ അവര് പറയൂലേ, ചിലപ്പോൾ പറയും, എനിക്ക് അറിയായിരുന്നു നീ ഒരു നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാ, നീ ഒരു ലെവലിൽ എത്തും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്ന് പറയും. ചിലപ്പോൾ നേരെ തിരിച്ചു പറയും, അത് നമുക്ക് വിഷമം അല്ലെ, മോളെ അല്ലെങ്കിൽ മോനെ, നീ ഇത്രയും അത്ര കഴിവുണ്ടായിട്ട് നിനക്ക് അത്ര പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാ, എന്നിട്ട് നീ ഇങ്ങനെയാണോ ഇരിക്കുന്നത് എന്നും ചോദിക്കാം. ആക്ച്വലി അതെന്താണ്? അതായത് നമുക്കൊരു കഴിവുണ്ട്, നമുക്ക് മുന്നിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ നമുക്കൊരു മാക്സിമം ലെവലിലേക്ക് എത്താനുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവിലേക്ക് എത്താൻ നമുക്ക് ആരുടെയെങ്കിലും ഒരാളുടെ സഹായം വേണം. എന്താണ്? അതാണ് നമ്മുടെ MKO, മോർ നോളേജബിൾ അത്. ഓക്കെ, അപ്പൊ ചിലപ്പോഴെങ്കിലും എനിക്ക് അങ്ങനെ നിങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ എവിടേക്ക് എത്താൻ പറ്റും? ഈ ആക്ച്വൽ ഡെവലപ്മെന്റിൽ നിന്ന് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? ഈ MKO ഞാൻ തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് വേറെ കുറെ ടീച്ചേഴ്സ് ഉണ്ടാവാം അല്ലെ. ഇപ്പൊ എന്താണ്, നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിൽ 80 മാർക്കിൽ നിങ്ങൾ പുലികളായിരിക്കും. ഈ ജനറൽ പേപ്പറിന് വരുമ്പോ, മെത്തഡോളജി വരുമ്പോ, കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോ നിങ്ങൾക്കൊന്ന് ചെറിയ പ്രശ്നം ഉണ്ടാവും. ചിലർക്ക് എഴുതാൻ അറിയില്ല, പഠിക്കാം, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഉള്ള സിറ്റുവേഷൻ, അങ്ങനെ ഒരു ഗ്യാപ്പിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ആ ആളുകളുടെ അല്ലെങ്കിൽ ആ ഒരു MKO എന്ന് പറയുന്നവരുടെ ആ ഒരു ആളുകളുടെ സഹായത്തോടു കൂടി നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്താൻ സാധിക്കും എന്നൊക്കെയാണ് വൈഗോട്സ്കി പറയുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിനകത്ത് മോസ്റ്റ് ക്രൂഷ്യൽ തന്നിരിക്കുന്നതിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് മോസ്റ്റ് ക്രൂഷ്യൽ എന്നൊക്കെ പറയാവുന്ന അത് ആരാണ്? ലേണിംഗ് സ്റ്റൈൽ ആണോ? അല്ല. മെമ്മറി സ്പാൻ ആണോ? അല്ല. റെഡിനെസ് ടു ലേൺ ആണോ? അല്ല. അതൊക്കെ നമ്മുടെ തോണ്ടേക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. ലെവൽ ഓഫ് പ്രയോർ നോളജ് ആണോ? തീർച്ചയായിട്ടും ആണ്. എന്താ റീസൺ? ലെവൽ ഓഫ് പ്രയോർ നോളജ് എന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ആക്ച്വൽ ഡെവലപ്മെന്റിൽ ഒരു ഡെവലപ്മെന്റും ഇല്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ഓക്കെ, മെത്തഡോളജി എന്താ? അയ്യോ, HSA പരീക്ഷയോ? അതെന്താ എന്ന് അത്ര പോലും അറിയാത്ത ഒരാളെ ഇനി ഏത് MKO വിചാരിച്ചാലും പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റിലേക്ക് എത്തിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഒരു ആക്ച്വൽ ഡെവലപ്മെന്റ് നടന്നിട്ടില്ല. ഓക്കെ, നമ്മൾ എന്തെങ്കിലും എഫേർട്ട് ഇടണ്ടേ? ആ ആക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ പ്രയോർ നോളജ് ആണ്. ഞാൻ പറയുന്നതുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വിവരം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റിലേക്ക് ഉയരാൻ സാധിക്കുള്ളൂ. സോ ആൻസർ ഈസ് ലെവൽ ഓഫ് പ്രയോർ നോളജ്.
ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ലെക്ചർ മെത്തേഡ്, പ്രോജക്ട് മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്, അതുപോലെ തന്നെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. നിങ്ങൾ നോക്കിക്കേ വേഗം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ സെൽഫ് പേസ്ഡ് ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്, അല്ല ലീനിയർ ലേണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ നോക്കിക്കേ, 1C 1D. അപ്പൊ ഇതിൽ ഏതാ നോക്കുക. ലെക്ചർ മെത്തേഡ്. ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത് എൻകറേജ് ആക്റ്റീവ് ലേണിംഗ്. ആണോ? വെറുതെ ടീച്ചർ വന്ന് പഠിപ്പിക്കുമ്പോൾ എൻകറേജ് ചെയ്യപ്പെടുന്നതാണോ ആക്റ്റീവ് ലേണിംഗ്? അല്ല. അപ്പൊ അതെന്താണ്? ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത് ആക്റ്റീവ് റിസപ്ഷൻ ഓഫ് നോളേജ് ആണ്. വെറുതെ ഇങ്ങനെ കിട്ടുന്നതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, വിച്ച് ഈസ് അവർ ഓപ്ഷൻ ബി. ബാക്കി അതുമായിട്ട് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കയറി വന്നു കേട്ടോ. അപ്പൊ ഇനി നോക്കിക്കോളൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് ആന്റി ഡിഫെക്ഷൻ ലോ ഇൻ ഇന്ത്യ. The 10th schedule of the Constitution of India is about anti-defection law. The decision on disqualification questions on the ground of defection is referred to the President, who will take a decision on the advice of Election Commission. All proceedings in relation to the disqualification under this schedule are considered to be proceedings in Parliament or the legislature of a state as in the case. Which of the following statements given below are correct? എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ കറക്റ്റ് ആൻസർ ഏതാന്നുള്ളത് നോക്കാം. നമുക്ക് പൊതുവെ ക്വസ്റ്റ്യൻസ് വായിച്ച് ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് പാടായിരിക്കും. എനിക്ക് വലിയ സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഈ ലേൺ വിത്ത് പ്രിയങ്കയിൽ അഡ്മിഷൻ എടുത്തൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ലാസ്റ്റ് എന്താ പറയാ നമ്മുടെ ജൂനിയർ ലാംഗ്വേജ് ടീച്ചറുടെ എക്സാം ഉണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞു, ഞാൻ സാധാരണ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ആൻസർ ചെയ്യാൻ പോലും ശ്രമിക്കാറില്ല, പ്രത്യേകിച്ച് പാർട്ട് എ ഞാൻ നോക്കാറേ ഇല്ല. പക്ഷെ മിസ്സേ ഇത്തവണ ഞാൻ നോക്കി, എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ, അതായത് ആ പാർട്ട് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റി. വലിയ സന്തോഷമായി. HSC മുൻപ് ഈ ഒരു എക്സാം എഴുതാൻ പറ്റിയതിൽ ഭയങ്കര കോൺഫിഡൻസ് തോന്നുന്നു. ആസ് എ ടീച്ചർ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായ സമയം. കാരണം എന്താ വെച്ചാല് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നോട്ട്സ് ആണ്, വെറുതെ കൊടുക്കുക അങ്ങനെയൊന്നും അല്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു റീസൺലി ഒരു 120 ക്വസ്റ്റ്യനോളം ലൈവില് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, 120 ചോദ്യങ്ങള് വെറുതെ അല്ല കേട്ടോ, വെറുതെ ഡിസ്കസ് ചെയ്യല്ല, ഇങ്ങനെ വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്താ വെച്ചാൽ അടുത്ത ക്ലാസ് എത്തുമ്പോഴേക്കും അവർക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുകയാണ്, അവർ എത്ര സ്പീഡിൽ ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ എനിക്കും വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ കൊടുക്കാനും. അപ്പം അത് ഒരു നല്ല എഫക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് എന്റെ സന്തോഷമൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണ്ട. അപ്പൊ അങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ഈ ഒരു ഷോർട്ട് പീരീഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പഠിച്ചിട്ടില്ല, അയ്യോ ഇനി എന്ത് ചെയ്യുന്നുള്ളവര് അറ്റ്ലീസ്റ്റ് PYQ ചെയ്തെങ്കിലും നിങ്ങൾ കാര്യം മനസ്സിലാക്കി എക്സാം എഴുതാൻ പോവും. മാർക്കൊന്നും വെറുതെ കളയണ്ട. നമുക്ക് ഒന്നും ഇല്ലാത്തൊരു 5 മാർക്ക് കിട്ടിയാൽ നല്ലതല്ലേ, നമ്മൾ എത്ര റാങ്ക് മുന്നിലേക്ക് എത്തിക്കും. സോ എന്നാലും ജനറൽ പേപ്പറിന്റെ ഭാഗം പഠിക്കണം കേട്ടോ. ഇവിടെ നോക്കുക എന്താണ് ഇതിന്റെ ആൻസർ എന്താന്ന് നോക്കുക. The 10th schedule of the Constitution of India is about anti-defection law. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇവിടത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്കിനി നോക്കാം കേട്ടോ. ഇത് ശരിയാണ്, 10th ഷെഡ്യൂൾ ആണ്. ആന്റി ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കൂറുമാറ്റ നിയമം എന്നൊക്കെ പറയില്ല, അതാണ് സംഭവം. ഇനി the decision on disqualification questions on the ground of defection is referred to the president, who will take a decision on the advice of election commission. Election commissionന്റെ എന്താ പറയാ ഒരു അഡ്വൈസിലല്ല ഇത് ചെയ്യുന്നത്. ആരുടെ ഇതിലാണ് അഡ്വൈസിലാണ് ചെയ്യുന്നുണ്ടാവുക? സ്പീക്കറുടെ അഡ്വൈസിലാണ്. ആരുടെയാണ്? സ്പീക്കറുടെ അഡ്വൈസിലാണ് അത് ആര് ചെയ്യുന്നുണ്ടാവുക? ഈ ഒരു പ്രസിഡന്റ് കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. സ്പീക്കറുടെ അഭാവത്തിൽ ആരായിരിക്കും? ചെയർമാൻ ഓഫ് ദ ഹൗസ്. ഓക്കെ, ചെയർമാൻ ഓഫ് ദി ഹൗസ്. അത് ഏത് ഹൗസ് ആണ്? അത് മൂന്നാമത്തെ ആളും കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി എന്ന് പറഞ്ഞത്. ഇനി which of the following statements is or are correct about GST Council? The Union Finance Minister is the chairperson of the GST Council. അതിപ്പോ ആർക്കറിയില്ലെങ്കിൽ നമുക്ക് ശരിയാകും എന്ന് വിചാരിക്കുന്ന ഒരു ഓപ്ഷൻ ആണിത്. 1 ഉള്ള എത്ര എണ്ണം ഉണ്ട്? ഇനി 2 എണ്ണം ഉണ്ട് അല്ലെ, 3 ആളുണ്ട് കേട്ടോ. ഇയാളെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കി കളയാം. Prime Minister of India is not a member of the GST Council.
അപ്പൊ എല്ലാവർക്കും സംശയം പ്രൈം മിനിസ്റ്റർ ഇല്ലാത്ത ഒരു GST കൗൺസിലോ എന്നുള്ളത്. ആക്ച്വലി അത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ 1ഉം 2ഉം വന്നു. അപ്പൊ ഏതാവാം? ഇതാവാം അല്ലെങ്കിൽ ഇതാവാം. അപ്പൊ 1ഉം 2 എന്നുള്ള ഇതില്ല, അപ്പൊ അത് കളഞ്ഞു കേട്ടോ. The Finance Secretary of the Government of India is a member of the GST Council. ഇതിപ്പോ ക്ലിയർ ആയിട്ടില്ല. ഫിനാൻസ് സെക്രട്ടറി ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് എ മെമ്പർ ഓഫ് ദ GST കൗൺസിൽ എന്നാണ് പറയുന്നത്. അതും ശരിയാണ്. അത് ശരിയാണോ? അല്ല. അത് നമ്മളെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ആക്ച്വലി ഫിനാൻസ് സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു മെമ്പർ ഒന്നും അല്ല. പക്ഷെ അദ്ദേഹത്തിന് വേണമെങ്കിൽ GST കൗൺസിലിന്റെ മീറ്റിങ്ങിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വന്നിരുന്ന് ആ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം ആ ഒരു കൗൺസിലിലെ മെമ്പർ അല്ല. അപ്പൊ അതുകൊണ്ട് അത് റോങ് ആയതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ എ ആണ്. Okay, next question. Which of the following statement is or are true with the reference to the joint sitting of the parliament? Joint sitting ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 108 ക്ലാസ്സിൽ പറയുന്നത്. ജോയിന്റ് സിറ്റിംഗ് പറയുമ്പോൾ മിനിമം 2 ചെയർ എടുക്കുക, 2 ചെയർ 4 കാല് 8 എന്നൊക്കെ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 108 ആണ്. അപ്പൊ നോക്കിക്കേ, according to Article 108, the president can make rules for the procedure of the joint sitting after due consultation with chairman of the council of states and the speaker of the house of the people എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. ഇത് റോങ് ആണ്. പ്രസിഡന്റ് വിളിച്ചിട്ട് പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞ് പ്രസിഡന്റ് വിളിച്ചിരുത്തി അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. ആക്ച്വലി പ്രസിഡന്റിന്റെ അധികാരം എന്താണ്? നമ്മൾ പ്രസിഡന്റിന്റെ പവേഴ്സ് പഠിക്കുമ്പോൾ പറയും കോൾ ഫോർ ചെയ്യാൻ. അതായത് എന്താണ്? ഒരു ജോയിന്റ് സിറ്റിംഗ്, പുതിയൊരു മന്ത്രിസഭ വരുമ്പോഴും അതുപോലെ തന്നെ വേറെ മന്ത്രിസഭകൾ, അതായത് യോഗങ്ങള് ജോയിന്റ് സിറ്റിംഗ് വിളിക്കാനുള്ള പവർ മാത്രമേ ആർക്കുള്ളൂ? പ്രസിഡന്റിനുള്ളൂ. അപ്പൊ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യ has the power to call a joint sitting എന്നുള്ളത് കറക്റ്റ് ആണ്. In the absence of the speaker and the deputy speaker of the Lok Sabha, the joint sitting of the parliament is presided by the chairman of the Rajya Sabha എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും റോങ് ആണ്. ഇവരുടെയൊക്കെ ആബ്സെൻസില് ഡെപ്യൂട്ടി ചെയർമാൻ ആണ് അതിന്റെ അധികാരമുള്ളത്. ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദി രാജ്യസഭയ്ക്കാണ് അതിനുള്ള അധികാരമുള്ളത്. അപ്പൊ അതും റോങ് ആണ്. So only 2 is correct statement. Okay, only 2 is the correct statement. Clear ആയല്ലോ? Next, which statement regarding the estimates committee is or are true? The estimates committee എന്ന് പറയുന്നത് ഇതൊന്നും നമുക്ക് ഇത്രയും ഡീപ്പായി പഠിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും വരുമോന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ PYQs ചെയ്യാം. PYQs ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ എല്ലാം പഠിക്കാം. നമുക്ക് അങ്ങനെ കളക്ട് ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ കുത്തി ഇരുന്നിട്ട് എസ്റ്റിമേറ്റ് കമ്മിറ്റി, ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ അങ്ങനെ എന്താണ് എന്താ പറയുക, നാഷണൽ വുമൺ കമ്മീഷൻ, നാഷണൽ SC/ST കമ്മീഷൻ, പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് SC/ST കമ്മീഷൻ, ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ക്വസ്റ്റ്യനിലൂടെ പഠിക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അത് എഫക്റ്റീവായി തോന്നാറുണ്ട്. ഓക്കെ, എസ്റ്റിമേറ്റ് കമ്മിറ്റി ഇസ് ദ ലാർജസ്റ്റ് കമ്മിറ്റി ഓഫ് ദി പാർലമെന്റ് എന്ന് പറഞ്ഞിട്ട് അത് കറക്റ്റ് ആണ്. കാരണം അവിടെ 30 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇനി ടേം ഓഫ് ദ കമ്മിറ്റീസ് 2 years റോങ് ആണ്, 1 year ആണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് മെമ്പേഴ്സ് ഫ്രം ബോത്ത് ദ ഹൗസ് ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞിട്ട് അതും റോങ് ആണ്. ലോക്സഭയിൽ നിന്ന് മാത്രമേ മെമ്പേഴ്സിനെ എടുക്കാറുള്ളൂ. ഇതിൽ ഏതാണ് ട്രൂ ആയത്? ഓൺലി 1, which is our option C. Next, which of the following is statement about emergency provisions under the Constitution of India is or are not correct? Proclamation of emergency must be approved by the 2 houses of parliament with a special majority within 2 months. Okay, within 2 months എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ മെജോറിറ്റി നോട്ട് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇത് ആക്ച്വലി നോട്ട് കറക്റ്റ് ആണ്. കാരണം 2 monthsലല്ല, 1 month അത് വേണം. Okay, every resolution approving the proclamation of emergency or its continuous must be by either house of parliament by a special majority എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റില്ല. രണ്ടിലും വേണം. ആ ഒരു അതിന് എന്താണ് ആ മെജോറിറ്റിക്കും പ്രത്യേകത ഉണ്ട്. അപ്പൊ അതെന്താണ്? അത് ആക്ച്വലി കറക്റ്റ് either house എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അല്ല അടുത്ത ഓപ്ഷൻ നോക്കി. The 44th Amendment Act made the declaration of national emergency immune to judicial review. അത് റോങ് ആണ്. 44th Amendment എന്താന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1ഉം 3ഉം ആണ്, which is our option D. Consider the statements given below. 42nd Amendment Act of 1976 moved 4 subjects from the state list to the concurrent list.
അതായത് 1976 നടന്ന 42ാമത്തെ അമെന്റ്മെന്റ്, അത് വർഷം ശരിയാണോ നോക്കൂ. ആണ്. അത് ഓർക്കാനുള്ള വഴി 4ഉം 2ഉം 6 ഇത് 6 ആയിരിക്കും. 44ാമത്തെ അമെന്റ്മെന്റ് 1978 കാരണം 4ഉം 4ഉം 8. അതിങ്ങനെ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പം 76 അത് കറക്റ്റ് ആണ്. 4 subjects from the state list to concurrent list. 4 സബ്ജക്റ്റ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റ് നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക്. സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്ന് പറയുന്നത് സ്റ്റേറ്റുകാർക്ക് മാത്രമാണ് അധികാരം ഉണ്ടാവുക. കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആയിരിക്കും. ആക്ച്വലി ഇത് റോങ് ആണ്. ബിക്കോസ് 4 സബ്ജക്ട്സ് അല്ല 5 സബ്ജക്ട്സ് ആണ് അന്ന് മാറ്റിയത്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ അറിയില്ലെങ്കിൽ എഴുതണ്ട കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 248 empowers empowers the parliament to legislate with respect to a matter in the state list in the national interest. അതായത് 248 സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ട്, എങ്ങനെ നാഷണൽ ഇൻട്രസ്റ്റിന് അനുസരിച്ച് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി അതെന്താണ് അതും റോങ് ആണ്. കാരണം 248 പ്രകാരം എന്താന്ന് വെച്ചാൽ കൊടുത്തിരിക്കുന്നത് റെസിഡ്യൂറി പവർ ആണ്. എന്താണ് റെസിഡ്യൂറി പവർ to legislature on matter not enumerated തെറ്റണ്ടെന്ന് വെച്ചിട്ടാട്ടോ in any of the 3 list. ഇതാണ് ആക്ച്വലി അത്. അപ്പൊ അതും റോങ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയിറ്റ് ആൻഡ് മെഷർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ് എന്നുള്ളത് കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, പറയാത്തത് അത് പഠിച്ചു വെച്ചാൽ മതി. Which of the following statement is or are correct about Domestic Violence Act? Domestic Violence Act HSA-ലൊക്കെ ചോദിച്ചത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് ഇത്തിരി കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ആ. ഇങ്ങനെ വന്നാൽ ഞാൻ പറയും വെറുതെ നെഗറ്റീവ് അടിക്കണ്ട, അറിയില്ലേ വിട്ടോളൂ. Section 16 deals with proceedings to be held in camera. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കിക്കേ, സെക്ഷൻ 16 deals with proceedings to be അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വളരെ സ്വകാര്യമായ രീതിയിൽ നമുക്ക് എടുക്കാം എന്ന രീതി, അതായത് ആ ഒരു എന്താ പറയാ വിചാരണയൊക്കെ നേരിടാം എന്നതിനെ സാധൂകരിക്കുന്ന ഇതാണ് സെക്ഷൻ 16. അത് ശരിയാണ്. സെക്ഷൻ 3 ഡീൽസ് വിത്ത് ഡെഫിനിഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ളതും കറക്റ്റ് ആണ്. സെക്ഷൻ 22 ഡീൽസ് വിത്ത് ദ ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് എന്നുള്ളത് റോങ് ആണ്. കാരണം സെക്ഷൻ 22 പറയുന്നത് കോമ്പൻസേഷൻ ഓർഡേഴ്സ് ആണ്. കോമ്പൻസേഷൻ ഓർഡേഴ്സിനെ കുറിച്ചാണ്. ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് സെക്ഷൻ 22 ആണ് കേട്ടോ. അണ്ടർ സെക്ഷൻ 22 ഇത് പറയുന്നത്. അപ്പൊ വിച്ച് ഈസ് അവർ ആൻസർ ഓപ്ഷൻ. Next question, which of the following statements regarding Central Information Commission or are correct? The Central Information Commission is a statutory body set up under the section 18 of the Right to Information Act in 2005. ഇത് wrong ആണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന സെക്ഷൻ 16 അല്ല 12 ആണ്. ഓക്കെ, നോക്കട്ടെ. അതെ, സെക്ഷൻ 12ന്റെ അണ്ടറിലാണ്. അപ്പൊ അത് റോങ് ആണ് കേട്ടോ. ഇനിയുള്ളത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ നോട്ട് മോർ ദാൻ 8 ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് എന്നുള്ളതാണ്. അതും റോങ് ആണ്. നോട്ട് മോർ ദാൻ 10 ഇൻഫർമേഷൻ കമ്മീഷൻസ് എന്നുള്ളതാണ് കറക്റ്റ്. രണ്ടും റോങ് ആയി. ഇനിയുള്ളത് ആകെ ഉള്ളത് ഏതായിരിക്കും? ഓപ്ഷൻ എടുത്ത് നോക്കിക്കേ. അപ്പൊ സെക്ഷൻ 14 of the Right to Information Act 2005 deals with removal of the Chief Information Commissioner or Chief Information Commissions, which is our correct answer, which is our option C. Next, with reference to the selection of the Wildlife Protection Act 1972, consider the following statements. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ നോക്കിക്കേ 14th ആൻസർ എന്തായിരിക്കും എന്നുള്ളത്, ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് അല്ലെ. നോട്ട് കറക്റ്റ് ആണ്. നോക്കിക്കേ, above statements is are not correct എന്നതാണ് ക്വസ്റ്റ്യൻ. നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ 5A എന്നുള്ളത് കറക്റ്റ് ആണ്. പിന്നെ ഉള്ളത് നോക്കുക, ശരിയല്ലേ. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ 38L എന്നുള്ളതും കറക്റ്റ് ആണ്. സെക്ഷൻ 6 ഓഫ് ദ ആക്ട് ഡീൽസ് വിത്ത് പ്രൊഹിബിഷൻ ഓഫ് ഹണ്ടിങ് എന്നുള്ളത് റോങ് ആണ്. ഈ സെക്ഷൻ 6 ഹാൻഡിൽ ചെയ്യുന്ന ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ബോർഡ് ഫോർ തെറ്റുണ്ടല്ലോ വൈൽഡ് ലൈഫ്
prohibition of hunting. അതിനുള്ളൊരു സ്റ്റേറ്റ് മോഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെ റിലേറ്റഡ് ആണ് സെക്ഷൻ 6. അപ്പൊ അവിടുത്തെ റോങ് ആയത് ഓൺലി. Next question. Consider the following statements regarding 8th schedule of the Constitution of India. The 71st Amendment to the Indian Constitution included Konkani, Manipuri, Nepali languages in the 8th schedule. The Sindhi language was added in the 8th schedule by the 31st Amendment. And, okay, Bodo, Dongri, Maithili and Santali were added by the 92nd Amendment Act. Which of the following statements are correct? എന്നാണ് question വരുന്നത്. ഇതില് ഇത് correct ആണ്, 92nd ഇതും correct ആണ്, ഇത് wrong ആണ്. So option D. Okay, ഇത് അപ്പൊ Sindhi എന്നുള്ളത് ഏത് എന്താണ് amendment ആയിരിക്കും? 31st അല്ല, 21st Amendment ആക്ടുമായിട്ടാണ് 21st ആക്ടിലാണ് Sindhi language വരുന്നത്. Devagita is a well-known Malayalam translation of Jayadeva's Geeta Govinda. Name the poet who translated it into Malayalam. അത് നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. The author of the book entitled Wonder That Was India. എനിക്കും അറിയില്ല കേട്ടോ, ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴാണ് എനിക്ക് കണക്ട് ആയത്. The A.L. Basham. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഇനി the peasant uprising of Malabar was known as ഏതായിരിക്കും? മാപ്പിള റെബല്യൻ. ഓക്കെ, മാപ്പിള റെബല്യൻ. അപ്പൊ ഇതോടുകൂടെ ഒരു അതിനകത്ത് നമുക്കറിയാമല്ലോ HSST ആകുമ്പോ 70-30 റേഷ്യോയിലാണ് ജനറൽ പേപ്പറും ഇതും വരുന്നത്. 30 മാർക്സിൽ നമ്മുടെ HSC ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോർഷൻസ്, പിന്നെയൊക്കെ റിസർച്ച് മെത്തഡോളജി റിലേറ്റഡ് ആണ്. റിസർച്ച് മെത്തഡോളജി നമുക്ക് അങ്ങനെ അത്ര പഠിക്കാനില്ല, നമുക്ക് ആക്ഷൻ റിസർച്ച് മാത്രമേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻസ് ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാ കണക്ട് ആവുന്നുണ്ടോ? ഓ മിസ്സേ ഇത്രയും വലിയതൊന്നും പഠിക്കാൻ വയ്യ, ഇതിലൂടെ സിമ്പിൾ ആയത് മതി, അല്ല നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ ഞാൻ അടുത്തത് 2025 തന്നെ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ചെയ്യാം. അപ്പൊ എല്ലാം നിങ്ങൾ കമന്റ് ചെയ്യും, പുതിയ വീഡിയോ വേണോ എങ്ങനെയാന്നുള്ളതൊക്കെ പറയാം. ധൈര്യം ഇരിക്കുക കേട്ടോ. ആർക്കെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷനൊക്കെ മാറ്റൂ. ടെൻഷൻ നമ്മളെ പുറകോട്ടേ കൊണ്ടുപോളൂ, മുന്നിലേക്ക് കൊണ്ടുപോയി ചരിത്രമില്ല. അപ്പൊ നല്ല ഹാപ്പി ആയിരുന്ന് ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. എക്സാം ഇങ്ങോട്ട് അടുത്ത് വരുന്നുണ്ട്, വേഗം വരട്ടെ, നാളെ വന്നാലും എഴുതാന്നുള്ള ധൈര്യത്തിലിരിക്കുക കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്തോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും അടിപൊളിയായിരുന്നു പഠിക്കുക കേട്ടോ. ഓക്കെ, ബൈ.